അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പേരാവൂരാണ്. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയ കേരളം ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങളിൽ ഒന്ന് പേരാവൂരായിരിക്കും. സിറ്റിംഗ് MLA-യും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ് UDF സ്ഥാനാർത്ഥിയാണ്. അതുപോലെ എതിരാളി പേരാവൂരിനെ 2006-ൽ പ്രതിനിധീകരിച്ച മുൻ ആരോഗ്യമന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ. അപ്പോൾ കാണാം പേരാവൂരിലെ പോര്. പേരാവൂർ കണ്ണൂരിലെ ഒരു മലയോര മേഖലയാണ്. പേരാവൂരിൻ്റെ ഒരു പൊതുചിത്രം നമുക്ക് പരിശോധിക്കാം. എന്തായാലും അതൊരു കുടിയേറ്റ മേഖലയാണ്. ധാരാളം ക്രൈസ്തവ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് പേരാവൂർ. പരമ്പരാഗതമായി അത് UDF-നെ തുണച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. 2006-ൽ മാത്രമാണ്, ഈ 1977-ന് ശേഷം ഇങ്ങോട്ട് വന്നാൽ 2006-ൽ മാത്രമാണ് അതിനൊരു അപവാദം ഉണ്ടായത്. 2006-ൽ KK ശൈലജയാണ് അവിടെ LDF-നെ പ്രതിനിധീകരിച്ച് ജയിച്ചത്. പിന്നീട് 3 തവണ തുടർച്ചയായി അവിടെ നിന്നും സണ്ണി ജോസഫ് ആയിരുന്നു MLA ആയി നിയമസഭയിലേക്ക് എത്തിയത്. പേരാവൂരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ 8 പഞ്ചായത്തുകളാണ് പേരാവൂരിലുള്ളത്. അതിൽ തന്നെ UDF-ന് 5 പഞ്ചായത്തുകളും LDF-ന് 3 പഞ്ചായത്തുകളുമാണുള്ളത്. ഇതിൽ 3 എണ്ണം ഇത്തവണ LDF-ൽ നിന്ന് പിടിച്ചെടുത്തതാണ് UDF എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ പറയുമ്പോൾ തന്നെ പൊതുവെ പേരാവൂർ ഒരു UDF അനുകൂല മണ്ഡലമാണ്. അത് കഴിഞ്ഞ തവണ LDF-ൽ നിന്ന് 3 എണ്ണം UDF പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ മുൻപ് അത് UDF-ന്റെ കൈവശം ഇരുന്നതായിരുന്നു. 2020-ൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അത് LDF അതിൻ്റെ ഭാഗമായി മാറുന്നത്. തുടർന്ന് ഈ 2025-ൽ അവരത് UDF വീണ്ടും ആ പഞ്ചായത്തുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു. എന്തായാലും ഇവിടെ ആകെയുള്ളത് ഒരു മുനിസിപ്പാലിറ്റിയാണ്, അത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തിനൊപ്പമാണ്. അതായത് പേരാവൂർ മണ്ഡലത്തിൽ ആകെയുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിൽ 5 എണ്ണം UDF-നെ തുണയ്ക്കുമ്പോൾ LDF-നൊപ്പം 3 എണ്ണമുണ്ട്. മുനിസിപ്പാലിറ്റി ഇരിട്ടി മുനിസിപ്പാലിറ്റി ആവട്ടെ അത് ഇടതുപക്ഷത്തിനൊപ്പമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.